ഹലോ ഗൈസ്, വെൽക്കം ടു എംജിഎസ് കണൽ ഫാക്ടറി. എംജിഎസ് കണൽ ഫാക്ടറിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനുള്ളത് ചെറായിലാണ്. എൻ്റെ കൂടെ ഉള്ളത് എം ജിയുടെ കോമറ്റ് എന്ന വാഹനമാണ്. കോമറ്റിൻ്റെ സെക്കൻഡ് വേരിയൻ്റ് ആയിട്ടുള്ള പ്ലേ. അപ്പോൾ നമ്മളിന്ന് ഇതിൻ്റെ റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. മൂന്ന് വേരിയൻറ്റുകളിലായിട്ടാണ് എം ജി കോമറ്റ് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതിൻ്റെ ബേസ് വേരിയൻ്റ് ആയിട്ടുള്ള പേസ്, സെക്കൻഡ് വേരിയൻ്റ് ആയിട്ടുള്ള പ്ലേ, തേർഡ് വേരിയൻ്റ് ആയിട്ടുള്ള പ്ലഷ്. ഇതിൽ സെക്കൻഡ് വേരിയൻ്റ് തൊട്ടാണ് ഇതിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റവും LED ഹെഡ് ലാമ്പുകളെല്ലാം അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മളിന്ന് റിവ്യൂ ചെയ്യുന്നത് സെക്കൻഡ് വേരിയൻ്റാണ്. കമ്പനി അവകാശപ്പെടുന്ന റേഞ്ച് 230 കിലോമീറ്ററാണ്. 7 മണിക്കൂറാണ് ഈ വാഹനം ചാർജ് ചെയ്യാൻ എടുക്കുന്ന സമയം. പിന്നെ 40 ന്യൂട്ടൺ മീറ്ററാണ് ഇതിൻ്റെ ടോർക്ക് പ്രൊഡ്യൂസ്ഡ്. അപ്പോൾ നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് കയറി നോക്കാം. അത്യാവശ്യം വലിപ്പമുള്ളൊരു ഇൻറ്റീരിയർ തന്നെയാണ്. ഒരു 4 സീറ്ററാണ്. 4 പേർക്ക് സുഖമായിട്ടിരിക്കാമെന്നാണ് ഇതുവരെയുള്ള യൂസിൽ നിന്ന് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഓണർ ഇത് ഓടിച്ച് പാലക്കാട് വരെ പോയിട്ടുണ്ട്. പുള്ളിക്ക് മാക്സിമം 200 കിലോമീറ്റർ വരെ ഒറ്റ ചാർജിൽ കിട്ടിയിട്ടുണ്ട്. എനിക്കൊരു 6 അടി ഹൈറ്റ് ഉണ്ട്. എൻ്റെ കാലൊക്കെ അത്യാവശ്യം ഫിറ്റായിട്ടാണ് ഇതിൻ്റെ അകത്തിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററും ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റവും എല്ലാം. അത്യാവശ്യം നല്ല വിസിബിലിറ്റി ഉണ്ട്, റോഡ് വിസിബിലിറ്റി ഉണ്ട്. ഇതൊരു സിറ്റി കാറാണ്. സിറ്റിയിൽ സുഖമായിട്ട് കമ്മ്യൂട്ട് ചെയ്യാൻ പറ്റിയ, എവിടെ വേണമെങ്കിലും കൊണ്ടിടാൻ പറ്റിയ ഒരു ക്യൂട്ട് ചെറിയ സൗകര്യമുള്ളൊരു കാറെന്ന് തന്നെ ഇതിനെക്കുറിച്ച് പറയാം. വണ്ടി സ്റ്റാർട്ടാകുമ്പോൾ ഇങ്ങനെ ഒരു ആനിമേഷനാണ് വരുന്നത്. MG എന്ന് പറഞ്ഞ് എഴുതിയൊക്കെ കാണിക്കും. അത് കഴിഞ്ഞിട്ട് ഇതാണ് ഇതിൻ്റെ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ. ഇതൊരു 10 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ്. ഇതിൻ്റെ അകത്ത് വണ്ടിയുടെ ചാർജിങ് ഡീറ്റെയിൽസ്, ഡിസ്ചാർജിങ് ഡീറ്റെയിൽസ്, സ്പീഡ് അതെല്ലാം കാണിക്കും. ഈ ബട്ടൺസാണ് അതിന് ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ വോളിയം കൺട്രോൾ ചെയ്യാനൊക്കെ യൂസ് ചെയ്യും. ഇതാണ് ഒരു 10 ഇഞ്ചിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം. ഇത് സെക്കൻഡ് വേരിയൻ്റ് മുതലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അത് അത്യാവശ്യം റെസ്പോൺസീവാണ്. ഈ ഒരു സ്വിച്ച് വെച്ചിട്ടാണ് ഈ വണ്ടിയുടെ ഡ്രൈവിംഗ് മോഡ്സ് എല്ലാം സെലക്ട് ചെയ്യുന്നത്. നോർമൽ, ഇക്കോ, സ്പോർട്സ് മോഡിലേക്കൊക്കെ വണ്ടി ഷിഫ്റ്റ് ചെയ്യുന്നത് ഇത് വെച്ചിട്ടാണ്. ഈ സെയിം സ്വിച്ച് യൂസ് ചെയ്ത് തന്നെയാണ് ഇതിൻ്റെ റീജനറേറ്റീവ് ബ്രേക്കിങ്ങും കൺട്രോൾ ചെയ്യുന്നത്. അതിന് 3 മോഡുണ്ട്: ഹാർഡ്, മീഡിയം, നോർമൽ. അങ്ങനെയുള്ള കാര്യങ്ങളും അത് വെച്ചാണ് കൺട്രോൾ ചെയ്യുന്നത്. ഇതിൻ്റെ AC-യുടെ ഷേപ്പ് ഇങ്ങനെയാണ്. ഇത് അത്യാവശ്യം നല്ല കൂളിംഗൊക്കെ ഉള്ളൊരു നല്ലൊരു ഓട്ടോമാറ്റിക് AC ആണ്. പിന്നെ ഈ ഒരു നോബ് യൂസ് ചെയ്താണ് ഇതിൻ്റെ ഡ്രൈവിംഗ് കൺട്രോൾ ചെയ്യുന്നത്. ഇതിൻ്റെ ഡ്രൈവ് മോഡ്, റിവേഴ്സ് മോഡ്, പാർക്കിങ്, ഇതിലേക്കെല്ലാം ചേഞ്ച് ചെയ്യുന്നത് ഈ ഒരു നോബ് തിരിച്ചിട്ടാണ്. പിന്നെ അതിൻ്റെ തൊട്ട് താഴെ തന്നെയാണ് നമ്മളുടെ പവർ വിൻഡോൻ്റെ സ്വിച്ചസും വരുന്നത്. ഇതിൻ്റെ ബാക്കിൽ ആർക്കെങ്കിലും ഇരിക്കാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ഡൗട്ട്. അപ്പം ഞാനൊന്ന് കയറി നോക്കാൻ തീരുമാനിച്ചു. എൻ്റെ ഹൈറ്റ് 6 അടിയാണ്. അപ്പോൾ ഞാൻ കയറി നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഇരിക്കാൻ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. തൈ സപ്പോർട്ടൊക്കെ കുറവാണെങ്കിലും എൻ്റെ കാലൊക്കെ അത്യാവശ്യം കൊള്ളുന്നുണ്ടായിരുന്നു. ഹൈറ്റൊക്കെ എല്ലാം ഉണ്ട്. അപ്പോൾ ഒരു ചെറിയ യാത്രക്കെല്ലാം സുഖമായിട്ടിരുന്ന് പോകാൻ പറ്റും. അപ്പോൾ നമുക്കിതിൻ്റെ ഡിക്കി തുറന്ന് നോക്കാം. ഡിക്കിയിൽ സാധാരണ അവസ്ഥയിൽ സ്പേസ് ആക്കി ഇത്രയേ ഉള്ളത്. പക്ഷേ ഇതിൻ്റെ ബാക്കിലെ സീറ്റ് നമുക്ക് ഫുള്ളായിട്ട് മടക്കാൻ പറ്റും. ഇത് മടക്കിയിട്ട് കഴിഞ്ഞാൽ 350 ലിറ്ററാണ് കമ്പനി അവകാശപ്പെടുന്ന ഒരു സ്റ്റോറേജ് സ്പേസ്. അങ്ങനെ ഒരു ഫ്രണ്ടിൽ 2 പേര് മാത്രം ഇരുന്ന് യാത്ര ചെയ്യുന്ന കേസിലാണെങ്കിൽ അത്യാവശ്യം സാധനങ്ങളെല്ലാം നമുക്ക് ഇതിൻ്റെ കൂടെ ക്യാരി ചെയ്യാൻ പറ്റും. ഇതിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്നത് ടൂൾ കിറ്റും പഞ്ചർ കിറ്റുമാണ്. പിന്നെ ഒരു ചാർജിങ്ങിൻ്റെ ഒരു സെറ്റും കൂടെ ഈ വണ്ടി ഇതിൻ്റെ കൂടെ തരും. ഇതാണ് ഇതിൻ്റെ ചാർജിങ് സെറ്റ് കമ്പനി തരുന്നത്. ഇത് വീട്ടിൽ വന്ന് അവർ ഫിറ്റ് ചെയ്ത് തരും. ഇതിൻ്റെ അകത്തൊരു ELCB ഒരു പ്ലഗാണുള്ളത്. ആ പ്ലഗിലേക്ക് ശരിക്കും ഇവരൊരു 16 ആംപിയറിൻ്റെ പ്ലഗ് പോയിൻ്റ് കണക്ട് ചെയ്തിട്ട് അതിൻ്റെ ചാർജിങ് സോക്കറ്റ് നമുക്ക് ഇങ്ങനെ ചാർജ് ചെയ്യാം. ചാർജായി കഴിയുമ്പോൾ ചാർജായി തുടങ്ങുമ്പോൾ ഇങ്ങനെ ഒരു ലൈറ്റ്, MGയുടെ ഒരു ലൈറ്റും കത്തും.
കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു കോമ്പാക്ട് ടി വി നോക്കുന്നവർക്കെല്ലാം ഓപ്റ്റ് ചെയ്യാൻ പറ്റിയൊരു ഓപ്ഷനാണിത്. 9,75,000 രൂപയായിരുന്നു ഇതിൻ്റെ ഒരു ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രം MJ's കണ്ടന്റ് ഫാക്ടറി.